വിംസിയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വളരെ രസകരമായിട്ട് അദ്ദേഹം ഒരു എക്സ്പ്രഷനോ മറ്റോ പോകുന്ന സമയത്ത് മാതൃഭൂമി ഓഫീസിൽ പോയിട്ട് അപ്പോഴവിടെയുള്ള ഏതോ ഒരാളോട് ചോദിച്ചു ഈ വിംസി എവിടെയാണ് ഇരിക്കുന്നത്. അപ്പം അങ്ങ് മുകളിലേക്ക് കൂട്ടിക്കൊണ്ട് ഒരു കണ്ണാടി കൂടിൻ്റെ അകത്തോട് നോക്കി പറഞ്ഞിട്ട് ഇതാണ് വിംസി. അങ്ങനെ അദ്ദേഹം വിംസി അദ്ദേഹം കണ്ടെത്തുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും വിംസി എന്നുള്ള ഒരു എഴുത്തുകാരൻ, എനിക്കതോടെ പുതിയ തലമുറക്ക് അദ്ദേഹത്തെ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്കൊരു നൊസ്റ്റാൾജിക് മൊമെന്റ്സ് തരുന്ന ഒരു എഴുത്തായിരുന്നു വിംസിയുടെ. ആ വിംസിയുടെ എഴുത്തുകൾ നമുക്ക് ഒന്നുകൂടി നമ്മുടെ ഊർജിതമാക്കി, എൻ്റെ പഴയ ഓർമ്മകൾ ഊർജിതമാക്കി. അതിനകത്ത് ശ്രീ രവിമേനോൻ എഴുതിയ ഒരു വാക്കുണ്ട്. അതായത് പണ്ടൊക്കെ ഈ വിംസി എഴുതി കഴിഞ്ഞാൽ അതൊന്ന് തൊട്ടു നോക്കും. അത് രവിമേനോൻ എഴുതിയിരുന്നത്, അതായത് മാതൃഭൂമിയുടെ താളുകളിലെ ത്രസിക്കുന്ന ആ അക്ഷരങ്ങൾക്ക് മീതെ വെറുതെ വിരലോടിക്കാറുണ്ടായിരുന്നു. അന്നൊക്കെ അവയ്ക്ക് ജീവനുണ്ടോ എന്നറിയാം. ഈ വിംസിയുടെ എഴുത്തിനെ പറ്റി ഞാനും തൊട്ടു നോക്കുകയാണ്, ഇതിനകത്തൊക്കെ ജീവനുണ്ടോ, രവിമേനോന്റെ എഴുത്തിന് ജീവനുണ്ടോ എന്ന് ഞാനും നോക്കുക. ഞാൻ പറയുന്നത് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കണം എഴുതുക. അതുപോലെ തന്നെ നമുക്കൊക്കെ ആ കാലത്ത് ഈ ദൂരദർശനിൽ ഉള്ള ഈ ബാലകൃഷ്ണൻ നമ്മുടെ നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം ന്യൂസ് വായിക്കുന്നത്. അദ്ദേഹം വളരെ കുറച്ച് ഗൗരവത്തിലാണ്, വലിയ വികാരമൊന്നും കാണിക്കാതെയാണ് അദ്ദേഹം ന്യൂസ് വായന നടത്താറ്. കുറച്ച് കണ്ടാൽ നല്ലൊരു മനുഷ്യരും പക്ഷെ വികാരങ്ങൾ അധികം കാണിക്കാതെ ഇരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ശ്രീ ആർ ബാലകൃഷ്ണൻ. അദ്ദേഹത്തോട് കോഴിക്കോടുള്ള ഒരു സുഹൃത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം എൻ്റെ മനസ്സിലും തോന്നിയതാണ്. അതിന് അദ്ദേഹം നൽകിയ മറുപടി അത് വളരെ പ്രസക്തമാണ്. ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ പ്രസക്തി മനസ്സിലായത്. അത് വായിച്ചപ്പോൾ ശ്രീ ആർ ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ എൻ്റെ മനസ്സിൽ അത് തോന്നിയ ചോദ്യത്തിനുള്ള ഉത്തരം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഇതിനകത്ത് കോട്ടയുണ്ട്, ഞാനത് വായിക്കാം. ഒരാൾ വന്ന് ചോദിച്ചാണ് ആ കോഴിക്കോടൻ ഭാഷ എന്ന് കഴിഞ്ഞാൽ, ഞാൻ കോഴിക്കോടായിരുന്നു എൻ്റെ ജീവിതം. LLB കഴിഞ്ഞ് പ്രാക്ടീസ് തുടങ്ങിയത് കോഴിക്കോടായിരുന്നു 93 വരെ. 93-ലാണ് ഞാൻ എറണാകുളത്തേക്ക് വന്നത്. അപ്പം കോഴിക്കോടൻ ഭാഷയും എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നത്, വിരുന്നിനിടെ ന്യൂസ് റീഡറെ തിരിച്ചറിഞ്ഞ് പരിചയപ്പെടാൻ വന്ന സംഘാടകരിൽ ഒരാളുടെ നിഷ്കളങ്കമായ ചോദ്യം ഇന്നുമുണ്ട് ഓർമ്മയിൽ. നമ്മുടെ ഭാര്യ നിങ്ങളുടെ വലിയ ഫാനാണ് കേട്ടോ, പക്ഷെ ഓൾക്കൊരു കംപ്ലൈൻറ്റ്, നിങ്ങൾ വാർത്ത വായിക്കുമ്പോൾ അധികം വികാരം കൊടുക്കുന്നില്ല പോലും, കുറച്ചുകൂടി ഫീലിങ്സ് കൊടുത്തുകൊണ്ട് ഓൾഡ് ചോദ്യം. അതിന് ഉള്ള ഉത്തരം ശ്രീ ബാലകൃഷ്ണൻ തന്നെ. അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് അന്ന് എനിക്കും തോന്നിയ ഒരു സംഭവമായിരുന്നു, ഇദ്ദേഹത്തിന് എന്തിനെങ്ങനെ ബലം പിടിച്ച് പറയേണ്ടത്. അപ്പം അദ്ദേഹത്തിന് പറഞ്ഞ മറുപടി ഇതാണ്. ഉടൻ തന്നെ ബാലകൃഷ്ണന്റെ മുഖത്തെ ചിരി മാഞ്ഞു. ചോദ്യകർത്താവിന്റെ ചുമലിൽ സൗഹാർദ്ദപൂർവ്വം തലോടി അദ്ദേഹം എന്നിട്ട് പറഞ്ഞു, സുഹൃത്തെ, വായിക്കുമ്പോൾ അങ്ങനെ തോന്നുമ്പടി വികാരം കൊണ്ടാൽ ശരിയാവുമോ? വലിയ നേതാക്കന്മാർ മരിച്ച വാർത്ത പറയുമ്പോൾ ഉള്ളിൽ വിഷമം ഉണ്ടാകും. പക്ഷെ അത് ഉള്ളിൽ അടക്കി വെക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അറിയാതെ തൊണ്ട എങ്ങാനും ഇടറിപ്പോയാലോ? ക്രിക്കറ്റിൽ ഇന്ത്യ തോറ്റു എന്ന് പറയുമ്പോൾ പൊട്ടിക്കറിഞ്ഞാൽ ആളുകൾ പരിഹസിക്കില്ലേ? അതുപോലെ ഇന്ത്യ ലോകകപ്പ് ജയിച്ച വാർത്ത പറയുമ്പോൾ ആഹ്ലാദം അടക്കാനാവാതെ എണീറ്റ് നിന്ന് വിസിലടിച്ചാലോ? എന്തൊരു ബോധമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യയ്ക്കും മനസ്സിലാകും എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കും അത് വിശ്വാസമായി. ശ്രീ ബാലകൃഷ്ണൻ എന്തുകൊണ്ടാണ് അത് ഇങ്ങനെ ബലം പിടിച്ച് വാർത്ത വായിച്ചിരുന്നത്? അന്ന് കാലത്ത് ഈ വാർത്ത വായിക്കുന്നവർ രമ്യ നിമിഷം പോലെ ഒന്നുമില്ല. അന്ന് വലിയ സ്ഥാപനമായിരുന്നു, അതിനേക്കാളും വലിയ സ്ഥാപനമായിരുന്നു ന്യൂസ് വായനക്കാർ എന്ന് പറഞ്ഞാൽ. അവരെയൊക്കെ നമ്മൾ വലിയ ബഹുമാനത്തോടെ കാണുന്ന ഒരു കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ കാരണം ഇതിൻ്റെ ഒരു സംവേദനം, പുസ്തകം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത രീതി പറയാൻ വേണ്ടി മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. എൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമായ എൻ്റെ അളിയനെ പറ്റിയിട്ടും ഒരു ചെറിയൊരു ചാക്കുണ്ട് ഇതിനകത്ത്. അതിനകത്ത് അളിയന് ചെറിയൊരു അസുഖം, സ്ട്രോക്ക് വന്നതിന് ശേഷം കുറച്ചൊരു ബുദ്ധിമുട്ടിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സാന്നിധ്യം ഞാൻ എപ്പോഴും, ഞാൻ എന്ത് ജോലി ചെയ്യുമ്പോഴും എൻ്റെ അളിയൻ്റെ മനസ്സാന്നിധ്യം കൊണ്ടാണ് ഞാൻ എപ്പോഴും മുന്നോട്ട് പോകാറ്. ആ മനസ്സാന്നിധ്യം കൊണ്ടാണ് അദ്ദേഹം അതിൽ നിന്നൊക്കെ പുറത്തേക്ക് വന്നത്. ഇപ്പോഴും ഫുൾ ടൈമായി രാവിലെ കോഴിക്കോട് നിന്ന് പുറപ്പെട്ടാൽ തിരുവനന്തപുരം വരെ കാറിൽ പോയി. എനിക്ക് കോഴിക്കോട് നിന്ന് എറണാകുളം വരെ കാറിൽ വരാൻ പറ്റില്ല, നടുവേന വരും. പക്ഷേ അദ്ദേഹം രാവിലെ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം പോയി, തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് പരിപാടി നടത്തുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി നല്ല ഒരു വാക്ക് പറഞ്ഞത്,
നിങ്ങൾക്ക് ബോറടിപ്പിക്കില്ലെങ്കിലും അതുകൂടി എനിക്ക് വായിക്കാനുള്ള ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തെ രവിമേനോൻ മറന്നിട്ടില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നല്ലതുകൾ തുടർന്ന് അതിനും പറയുന്നത്. ഞാൻ ആ വാക്കുകൾ മാത്രം പറയുകയാണ്, വേറൊന്നുമില്ല. അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കോട്ട് ചെയ്തതാണ്. വർക്കലയിലെ സ്വാതി തിരുനാൾ സംഗീതവേദിയുടെ ആദര ചടങ്ങിൽ വെച്ച് കൈതപ്പുറത്ത് വീണ്ടും കണ്ടു. ഒരു ചെറു ഇടവേളയ്ക്ക് ശേഷം ശാരീരികമായ അരിഷ്ടതകളെ അസാധ്യമായ മനഃശക്തി കൊണ്ടും സഹജമായ നർമ്മബോധം കൊണ്ടും അളവറ്റ ശുഭപ്രതീക്ഷ കൊണ്ടും മറികടന്നു അദ്ദേഹം. എങ്കിലും സിനിമയിലെ പുതിയ ചില പ്രവണതകളുമായി ചേർന്ന് പോകാൻ കഴിയാത്തതിലുള്ള ദുഃഖമുണ്ടായിരുന്നില്ലേ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ. നിരാശയുടെ നേർത്തൊരു ലാഞ്ചനാണ്. മുഖ്യ പ്രഭാഷണം അവസാനിക്കുന്നതിന് മുമ്പ് ഇത്രയെങ്കിലും പറയാതിരിക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. പാട്ട് എഴുതാൻ അവസരം കൊടുത്തതിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല കൈവർ. ഒരു പുരുഷായുസിൽ എഴുതാവുന്നിടത്തോളം നല്ല കാര്യങ്ങൾ എഴുതി നമുക്ക് സമ്മാനിച്ചു കഴിഞ്ഞിരുന്നു അദ്ദേഹം. ജോൺസൺ, രവീന്ദ്രൻ, ബോംബെ രവി, ഔസേപ്പ് ബച്ചൻ, SP വെങ്കടേഷ്, MG രാധാകൃഷ്ണൻ, വിദ്യാസാഗർ, മോഹൻ സിത്താര, യേശുദാസ്, ചിത്ര, ജയചന്ദ്രൻ, സുജാത, MG രാധാകൃഷ്ണൻ, വേണുഗോപാൽ, ഇവരുടെയൊക്കെ സുവർണകാലത്ത് അവരുടെ ഏറ്റവും മികച്ച സൃഷ്ടികളിൽ പങ്കാളികളാകാൻ കഴിഞ്ഞു എന്ന് തന്നെ അപൂർവ സൗഭാഗ്യമല്ലേ. തലമുറകൾ ഏറ്റുപാടുകയും ഹൃദയത്തിൽ കൊണ്ടുനടക്കുകയും ചെയ്ത ആ ഗാനങ്ങൾ മതി കൈതപ്രത്തെ കാലങ്ങളോളം സാധാരണക്കാരനായ മലയാളിയുടെ ജീവിതത്തിൽ ഭാഗമാക്കിയിട്ടില്ല. ശരിയാണ്, എനിക്കങ്ങനെ സന്തോഷമുള്ളൊരു, എൻ്റെ കുടുംബത്തിനും സന്തോഷം ഉണ്ടാകുന്ന വാക്കുകളാണ്. അത് പറഞ്ഞതിനുള്ള ഒരു നന്ദി കൂടി ഞാൻ രവിമേനോന്റെ ഈ പരിപാടിയുടെ സമയത്ത് ഞാൻ പറയുകയാണ്. എന്തുകൊണ്ടും ഈ പുസ്തകം മുഴുവൻ ആൾക്കാരും വായിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ആദ്യത്തെ 2 പേജുകൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മുഴുവനായിട്ടും വായിക്കും. വായന നമ്മുടെ നാട്ടിലെ കലയും സാഹിത്യവും എല്ലാം അങ്ങനെ ഒരു തരം വാട്സപ്പിലെ മെസ്സേജുകളിലൂടെ തീരുകയാണ് ഇപ്പോഴും. ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും, ഇംഗ്ലീഷിലെ ഇപ്പോഴത്തെ തലമുറയോട് ഇംഗ്ലീഷിലത്തെ ഒരു വാക്കിൻ്റെ സ്പെല്ലിംഗ് ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർ എഴുതുന്നത് വൈ എന്നുള്ളത് WHY അല്ല, വെറും വൈയാണ്. അതുപോലെ മലയാളവും ക്രോഡീകരിച്ച് വേറെ ഏതൊരു ഭാഷയും മംഗ്ലീഷും മംഗളാലയോ എന്തൊക്കെയായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ഭാഷ. അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള എഴുത്തുകളാണ്, ഇങ്ങനെയുള്ള എഴുത്തുകാരന്മാരാണ്. ഞാൻ എൻ്റെ എല്ലാ വർഷവും എനിക്ക് മലയാളം അറിയാതെ പോകരുത് എന്നുള്ളത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാ കർക്കിടകത്തിലും രാമായണം മുഴുവൻ വായിക്കാറുണ്ട്. ഞാൻ ഭക്തി മാത്രമല്ല, എൻ്റെ മലയാളം പോകരുത് എന്ന് വെച്ചിട്ടാണ് ഞാൻ രാമായണം വായിക്കാറ്. രാമായണം വായിക്കണം, നമ്മളെല്ലാവരും വായിക്കണം, അങ്ങനെയുള്ള മഹത്വങ്ങൾ വായിക്കണം. നമ്മുടെ ഭാഷ, നമ്മുടെ സംസ്കാരം, നമ്മുടെ കല, സാഹിത്യം, ഇങ്ങനെയൊക്കെ നമ്മൾ മുന്നോട്ടിറങ്ങിയാൽ മാത്രമേ ഇത് എഴുതുന്നവർക്കും അതിനകത്ത് ഉത്സാഹം ഉണ്ടാകും. വെറുതെ അവിടെ ഇവിടെ ഇരുന്ന് നമ്മൾ ഒരു ചെറിയൊരു പരിപാടി നടത്തി അദ്ദേഹത്തിന് ഒന്ന് സുഖിച്ചുകൊണ്ട് കാര്യമില്ല, അത് വായിക്കണം മുഴുവൻ ആൾക്കാരും. ഞാൻ ചെയ്യാറുണ്ട്, ഞാൻ ഒരു അഹങ്കാരമായിട്ട് പറയല്ല, ഞാൻ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും അടിപിടി സിനിമ ഞാൻ കാണാൻ പോകാറുണ്ട്, അവരുടെ നല്ല സിനിമ കാണാൻ പോകാറുണ്ട്. ഞാൻ എറണാകുളത്തുള്ള എല്ലാ കർണാടക മ്യൂസിക് പരിപാടിക്കും ഞാൻ കാണാൻ പോകാറുണ്ട്. എടപ്പള്ളിയിൽ കാണുന്ന കഥകളിക്ക് ഞാൻ കാണാൻ പോകാറുണ്ട്. ഞാൻ ടാക്സി വിളിച്ച് തൃശ്ശൂർ പോയി, എൻ്റെ ഒരു അടുത്ത ബന്ധുവാണ് നരിപ്പറ്റ രാജു, ചിലർക്ക് അറിയുണ്ടാവും, അദ്ദേഹത്തിൻ്റെ നാടകം കാണാൻ ഞാൻ അവിടെ പോയി. ഈ എൻ്റെ പോലീസുകാരൻ കൂട്ടാതെ ഞാൻ ട്രെയിനിൽ ചിലപ്പോൾ പോകും, അല്ലെങ്കിൽ ഞാൻ ആരും കാണാതെ ഞാൻ ഒറ്റയ്ക്ക് പോയി ഞാൻ അവിടെ ഒരു മൂലയ്ക്ക് ഇരുന്ന് നാടകം കാണാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഏഷ്യാനെറ്റിലെ ബിഗ് ബോസും കാണാറുണ്ട്. ഞാൻ പറയുന്നത് ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മൾ കാണണം. നമ്മൾ എന്താണ് ഈ നാട്, എന്താണ് ഈ സമൂഹം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരാവശ്യത്തിന് ഇത്തരം എഴുത്തുകൾ നമുക്ക് ആവശ്യമാണ്. രവിമേനോനോടുള്ള സന്തോഷം എപ്പോഴും നമുക്കുണ്ടാകണം, എനിക്കുണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രകാശത്തിൻ്റെ വിളിച്ചതിന് സന്തോഷം.